യേശുവേ, അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ. അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവൻ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. യേശുവിനെ വെറുമൊരു പ്രവാചകനായി കണക്കാക്കുന്ന ഇസ്ലാം മതത്തിൻ്റെ വേദഗ്രന്ഥമായ ഖുറാനിൽ പോലും യേശു പരിശുദ്ധാത്മാവിനാലാണ് ജനിച്ചത് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിലൂടെ ജനിക്കണമെങ്കിൽ അത് സാധാരണ മനുഷ്യർക്ക് സാധിക്കുന്നതല്ല, ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് ആ യേശുവിനെ നാം ദൈവപുത്രനായി, ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായി, ദൈവം മനുഷ്യനായി അവതരിച്ചതായി നാം വിശ്വസിക്കുന്നത്. ആ യേശുവിൽ നാം പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിച്ചാൽ നമുക്ക് എപ്പോഴും സമാധാനം അനുഭവിക്കാൻ സാധിക്കും. നമ്മെ രക്ഷിക്കുവാൻ ആ യേശുവിന് സാധിക്കും. അതുകൊണ്ടാണ് അവിടുന്ന് നമ്മോട് പറഞ്ഞത്, എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുക. കാരണം എന്താണ്? യേശു വചനമാണ്. നാം യോഹന്നാന്റെ സുവിശേഷം ഇപ്പോൾ വായിച്ചു കേട്ടത് ആദ്യ വചനം തന്നെ അതാണ്. വചനം, വചനം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഇന്നും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യ സമാധാനത്തിനു വേണ്ടി പുറപ്പെടുന്ന ഏതൊരു വാക്യവും വചനമാണ്. സമാധാനം സൃഷ്ടിക്കുന്നത് എല്ലാം വചനങ്ങളാണ്. ആ വചനത്തിൽ ആശ്രയിക്കുക. ആ വചനം മനുഷ്യനായി അവതരിച്ച യേശുവിൽ ആശ്രയിക്കുക. ആ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. ഏത് ജാതിയായാലും, ഏത് മതമായാലും, എവിടെ ഉള്ളവനായിരുന്നാലും യേശുവിനെ എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിച്ചാൽ എനിക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കും എന്ന് നാം തിരിച്ചറിയുക.
ഏവർക്കും സമാധാനം നിറയട്ടെ.